മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ അന്തരിച്ചു. കൂത്താട്ടുകുളം ശ്രീധരിയത്തിൽ മകളുടെ നേത്ര ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ഒഡിംഗ. രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. മൃതദേഹം കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, അദ്ദേഹത്തിന്റെ മകൾ ഇവിടെ ചികിത്സയ്ക്ക് എത്തുകയും കണ്ണിന് സുഖം പ്രാപിക്കുകയും ഒക്കെ ചെയ്താണ്. പ്രധാനമന്ത്രി അടക്കം ആ കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയും ഒക്കെ ചെയ്തതാണ്. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? മരണം ഉടൻ തന്നെ സംഭവിക്കുകയായിരുന്നോ? മാധു, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. അദ്ദേഹം ഈ കൂത്താട്ടുകുളത്തെ ശ്രീധരിയത്തിൽ മകളുടെ നേത്ര ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു. രാവിലെ അദ്ദേഹം നടക്കാനിറങ്ങി. ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കൂത്താട്ടുകുളത്തെ ദേവമാതാ ആശുപത്രിയിലാണുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കി വരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇടപെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഈ കേസിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ തന്നെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അദ്ദേഹം ഈ കൂത്താട്ടുകുളത്തേക്ക് എത്തുന്നത് തൻ്റെ മകളുടെ നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. ആ കുട്ടിക്ക് കാഴ്ച പരിമിതി ഉണ്ടായിരുന്നു. ഈ കൂത്താട്ടുകുളത്തെത്തി ശ്രീധരിയത്തിൽ ആയുർവേദ ചികിത്സയൊക്കെ നടത്തിയ ആ കുട്ടിക്ക് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ശരിയായി വന്നു. അത് അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ വിഷയം അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ശ്രദ്ധയിലൊക്കെ പെടുത്തി. അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലടക്കം ഈ വിഷയം പ്രധാനമന്ത്രി പറയുകയും ചെയ്തത്. നമ്മുടെ ആയുർവേദത്തെക്കുറിച്ചൊക്കെ തന്നെ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സയ്ക്കായാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മകളുമൊത്ത് ശ്രീധരിയത്തിലെത്തിയത്. അങ്ങനെ മകളുടെ രണ്ടാം ഘട്ട ചികിത്സ നടക്കുന്നതിനിടയിലാണ് റെയ്ല ഒഡിംഗയുടെ അവിചാരിതമായ ഒരു നിര്യാണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ദേവമാതാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇടപെട്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക.